നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ജിന്ന് നാട് വിട്ട് പോണതിന് മുമ്പ്, അതായത് തായ്ലാന്റിൽ പോണതിന് മുമ്പ് മൂന വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു ഒരു പേന കൊടുത്തിട്ട്, ഞാൻ ഈ പേന തരുന്നത് വേറൊന്നിനുമല്ല, നീ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പേന വെച്ച് നീ നല്ല രീതിയിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും പറഞ്ഞിട്ടാണ് അവൻ പോയത്. പിന്നീട് അവളെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുവാണെങ്കിൽ ഈ മാർക്ക് കണ്ടവന് വിഷമാവാതിരിക്കാനായിട്ട്. എന്നാൽ കുറെ നാളായിട്ടും അവൻ വന്നില്ല. അവള് ചെറുപ്പത്തിൽ നിന്ന് മിഡിൽ സ്കൂളിലോട്ട് മാറി, എന്നിട്ടും വന്നില്ല. ഇവൻ അവൾക്ക് വേണ്ടി ലെറ്റർ എഴുതുമായിരുന്നു. എന്നാൽ ഒറ്റ റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. ഈ റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് വിഷമായിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ ഹീറോയിനെയും കാണിക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഹീറോ ആരടുത്തോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവന്റെ ഏതോ ഒരു കൂട്ടുകാരന്റെ അടുത്താണ്. ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അവൻ സേഫായിട്ട് വീട്ടിലെത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഹീറോനെ വേറെ എങ്ങോട്ടോ വിളിക്കുന്നുണ്ട്. ഹീറോ മീൻസ് ജിന്നാണ് കേട്ടോ. അവൻ ഫോൺ കട്ട് ചെയ്ത ഉടനെ മുമു അവന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നീ ഇന്ന് രാത്രി എവിടെയാണ് കിടന്നുറങ്ങാൻ പോണേന്ന്. പക്ഷേ അവൻ അവളുടെ അടുത്ത് വന്നിട്ട് അവളോട് പറയും, നീ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അവൾ അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ കൊടുത്ത ഗിഫ്റ്റ് അവൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അതുകൂടെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമായി. പിന്നീട് ജിന്ന് വന്ന് അവന്റെ കൂട്ടുകാരുമായിട്ട് അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. മുമുവിന് അറിയത്തില്ല അവൻ എവിടാ പോയതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവള് ഫോണിൽ നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ ഇതൊക്കെ നോക്കിയിരിക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കും, എന്താടാ പുതിയ ഗേൾ ഫ്രണ്ടും എല്ലാം സെറ്റായോ, നീ എപ്പോഴും എന്താ ഫോണിലിരിക്കുന്നതെന്ന്. ആ നേരം അവന്റെ ഫോണിലോട്ട് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ടിട്ട് അവൻ ഞെട്ടിപ്പോവും. എന്തോ ഒരു അർജന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് ചെല്ലും. അവന്റെ അച്ഛനെ കുറച്ച് ആൾക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ അച്ഛൻ കടയെടുത്ത് ബെറ്റ് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ഇയാളെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. ഹീറോ ഇങ്ങോട്ട് വരും. ഹീറോ വന്നിട്ട് കുറച്ച് പൈസ എടുത്ത് അവന്മാർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ അച്ഛനെ വെറുതെ വിടാനായിട്ട് പറയുമ്പോൾ അങ്ങോട്ടൊരു പെൺകുട്ടി വരും. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കേട്ട സ്നേക്കി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ജിന്നിനോട് നല്ല ക്രഷുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ജിന്നിന് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾ അവനോട് വന്ന് ചൂടാവും. ഞാൻ എന്തുമാത്രം പൈസ മേക്കപ്പിനായിട്ട് ചെലവഴിക്കുന്നുണ്ടെന്ന് അറിയാമോ, അതുപോലെ തന്നെ എന്റെ ഡ്രസ്സിനും. എന്നിട്ട് നീ എന്റെ മുഖത്ത് പോലും നോക്കാതെ എങ്ങനെയാടാ പോകാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തും. പിന്നെ അവളൊരു ഡിമാൻഡ് അവന്റെ മുമ്പിലോട്ട് വെക്കും. വേറൊന്നുമല്ല, അവന്റെ അച്ഛനെ വെറുതെ വിടണമെങ്കിൽ അവൻ അവളുടെ കൂടെ ഡിന്നർ കഴിയണം. എന്നാൽ അവന് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ കഴിയുകയാണെങ്കിൽ അവന്റെ അച്ഛന്റെ എല്ലാ കടങ്ങളും എഴുതി തള്ളാന്ന് പറയുന്നുണ്ട്. അവന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടുന്നുണ്ട്. ഇനിയിപ്പോ അവളോടൊരു ഡിന്നർ കഴിച്ചാൽ ഇത് എഴുതി തള്ളുമല്ലോ. എന്നാലും അവന് വലിയ താല്പര്യമില്ല. ആ നേരം അവന്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വരും. അയച്ചത് മറ്റാരുമല്ല, മുമു തന്നെയാണ്. നീ എവിടെ കിടന്നുറങ്ങണേന്ന് ചോദിച്ചിട്ട്. അത് കാണുമ്പോൾ അവന് തോന്നും സ്നേഹിയായിട്ട് പോരുന്ന് കഴിക്കുന്നത് ശരിയല്ലാന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അച്ഛനെ വേണ്ട, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഈ അച്ഛന് ഒരുപാട് കടമുണ്ട്. പക്ഷെ അച്ഛനെ ഇവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതുപോലെ തന്നെ സ്നേഹിക്ക് ജിന്നിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഈ സ്നേക്കി എന്ന് പറഞ്ഞാൽ നല്ല പൈസയുള്ള വീട്ടിലെയാണ്. പിറ്റേ ദിവസം ആയിട്ടും ജിന്നി വീട്ടിൽ വന്നിട്ടില്ല. ജിന്നി വീട്ടിൽ നിന്നും വരാറില്ല. എന്തായാലും അവള് ജിന്നിന്റെ അമ്മയോട് ചോദിക്കും, ജിന്ന് എപ്പോഴാ വരിക, അവൻ വരാറില്ലെന്ന്. പക്ഷെ അവൻ വരാറില്ല. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോൾ മാത്രമേ വരാറുള്ളൂ. എന്നാ പിന്നെ ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞ് മുമ്പ് കുളിക്കാനായിട്ട് പോകും. അവിടെ തന്നെ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്. അത് പഴകിയതാണ്. അത് അവള് മനഃപൂർവ്വം തന്നെ അതിന്റെ ഹോസ് വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജിന്നിന്റെ അനീതി പിറകിൽ നിപ്പുണ്ടായിരുന്നു. അനീതിക്ക് മനസ്സിലായി അവള് മനഃപൂർവ്വം വലിച്ചു പൊട്ടിച്ചതാണ്. കാരണം ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുകയാണെങ്കിൽ ഇത് ശരിയാക്കാനായിട്ട് ജിന്ന് വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അനീതിക്ക് ആ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അനീതി നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്, ആ ഒരു കൊച്ചു പെൺകുട്ടീനെ കാണുന്നുണ്ട്. ആ നേരം അമ്മ കൂടെ വന്നിട്ട് ടെൻഷൻ ആവുകയാണ്. കാരണം വാട്ടർ ഹീറ്റർ പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പ്ലംബറിനെ വിളിക്കുന്നുണ്ട് അത് റെഡിയാക്കാനായിട്ട്. എന്നാൽ അയാൾ തിരക്കിലാണ്. അത് കേൾക്കുന്ന മുമ്പ് പറയും, എന്നാ പിന്നെ ജിന്നിനെ വിളിച്ചുകൂടെ, ജിന്നിന് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ജിന്നിനെ അമ്മ വിളിക്കുന്നുണ്ട് ഇത് റെഡിയാക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞ് മുമ്പ് ഡ്രസ്സൊക്കെ വാറി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ജിന്ന് അവിടെ നിന്ന് ഇത് ശരിയാക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് അവനെ കാണുമ്പോൾ ഒരുപാട് ക്രഷ് അടിക്കുന്നുണ്ട്. ഈ ക്രഷ് അടിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും അതെന്തുകൊണ്ടാണെന്ന്. അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അവൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളെ കാണും. നീ എന്താ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഓ ഞാനിവിടെ വെയിൽ കൊള്ളാൻ വന്നേന്ന് പറയും. ആ ബാത്റൂമിലോട്ട് വെയിൽ അടിക്കുന്നുണ്ട്. ആ നേരം അനിയത്തി കൂടെ വന്ന് ചേട്ടനെ നോക്കി നിൽക്കുകയാണ്. നീയും വെയിൽ കൊള്ളുവാണോ എന്ന് ചോദിച്ചിട്ട് ജിന്ന് അവിടെ നിന്ന് മാറിപ്പോകും. രണ്ടിനെയും കളിയാക്കിയതാണ്. പിന്നീട് ജിന്ന് പുറത്തോട്ടിറങ്ങി വന്നിട്ട് അമ്മയോട് കാര്യം പറയും. അതൊരുപാട് പഴകിയ വാട്ടർ ഹീറ്ററാണ്. അതുകൊണ്ട് തന്നെ അതിനെ നേരെയാക്കാനായിട്ട് കഴിയത്തില്ല. അതിനെ എടുത്ത് കളയാനായിട്ടേ കഴിയത്തുള്ളൂ. നമുക്ക് പുതിയത് വാങ്ങിച്ചു വെക്കാന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവും. മുമ്പ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാ പോണേന്ന്. എന്നാൽ അവൻ പറയുന്നില്ല. അവൻ കാർ എടുത്ത് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവള് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ഒരു ടാക്സി വിളിച്ച് അവനെ ഫോളോ ചെയ്തു പോകും. അവൻ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ അവൻ കാർ ഓടിച്ച് ഒരു സ്ഥലത്ത് ഒതുക്കും. അതുമല്ല ഏതോ ഒരു മാർക്കറ്റിന്റെ അകത്തൂടെ കയറി ഒരു കടയുടെ അകത്തൂടെ കയറി അപ്പുറത്ത് പോകുന്നുണ്ട്. പിന്നാലെ തന്നെ അവൻ കാണാതെ മുമുവും ചെല്ലും. മുമു ചെല്ലുമ്പോൾ ഒരു ലേഡി പിടിച്ചു നിർത്തും. എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിച്ചിട്ട്, എന്നാൽ എനിക്ക് ഈ ഒരു കത്തി മതി
എന്ന് പറഞ്ഞിട്ട് അവൾ അതും എടുത്തിട്ട് അവിടെ നിന്ന് പോകും. പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അതൊന്നും ഞാൻ കണ്ടില്ല, ചിലപ്പോൾ കൊടുത്തു കാണും, ഇല്ലാതെ ആ ലേഡി വെറുതെ വിടില്ലല്ലോ. അവന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോകും ആ ഒരു കത്തി എടുത്തിട്ട്. അവസാനം ഫോളോ ചെയ്ത് അവനെ കാണാനില്ല. ഒരു ട്രെയിൻ അവളുടെ ക്രോസിന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ട്രെയിൻ പോയിട്ട് നോക്കുമ്പോഴാണ് അവളൊരു കാര്യം കാണുന്നത്. അതായത് ജിന്ന് ദൂരെ നിൽക്കുന്നു. അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവള് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് അവിടെ നിന്നെയാണ്. പെട്ടെന്ന് തന്നെ ഓടി അവന്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് അവനോട് അഭിനയിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവളിവിടെ സാധനം വാങ്ങാൻ വന്നപ്പോൾ അറിയാതെ അവനെ കണ്ടതാണെന്ന്. എന്നാൽ അവന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഇവൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവള് പഴം വാങ്ങാനായിട്ട് വന്നേന്ന് പറയും. അവിടെ തന്നെ ഒരു ലേഡി പഴം വിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ കത്തി എന്തിനാ കയ്യിലെടുത്തിരിക്കുന്നത്? പഴം മുറിച്ച് തിന്നാനാണോ? പഴം ആരെങ്കിലും മുറിച്ച് തിന്നോ? അവള് പറയും ഞാൻ തണ്ണിമത്തം വാങ്ങിച്ച് മുറിച്ച് തിന്നാനാണെന്ന്. അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവനെ അവള് ഫോളോ ചെയ്യുന്നതാണെന്ന്. ഇനി എന്നെ ഫോളോ ചെയ്യാൻ പാടില്ല, നീ പൈസ പിടിച്ചോന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇവനെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ലേഡി ആ ഒരു പഴം വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ അവൾ വാങ്ങുന്നില്ല. ആ പഴം തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതുമല്ല ജിന്ന് കാർ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവൾക്ക് എന്തായാലും അതിന്റെ പിന്നാലെ ഓടിയൊന്നും പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷയുടെ അടുത്ത് നിന്നിട്ട് ആ ഓട്ടോ വിളിച്ച് പോകാനായിട്ട് ശ്രമിക്കും. എന്നാൽ അയാള് 100 പകരം 300 രൂപയാണ് ചോദിക്കുന്നത്. അവളുടെ അത്രയൊന്നും ഇല്ല കൊടുക്കാനായിട്ട്. അവൾ 100 കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കത്തില്ല. എന്നാൽ ആ നേരം ദൂരെന്ന് കൂട്ടുകാരൻ വരുന്നുണ്ട്. അവൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അവനറിയാം ഇവിടെ ഉള്ള ആൾക്കാര് ഈ ഒരു പെൺകുട്ടിനെ പറ്റിക്കാനായിട്ട് നോക്കുന്നതാണെന്ന്. എന്നാൽ ഇപ്പൊ ഇവള് അവനോട് കള്ളം പറയും. ഞാൻ ജിന്നിനെ കാണാനായിട്ട് വന്നതാണ്. അവൻ പോകുന്ന സ്ഥലത്തോട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് പോകാനായിട്ട് അറിയത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ എന്ന്. ഇവനും അത് വിശ്വസിക്കും. കാരണം കഴിഞ്ഞ രാത്രി കണ്ടതല്ലേ ഇവളും അവനും ഒരുമിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അവളും അവനും കൂടെ ഓട്ടോറിക്ഷ കയറി അവിടെ നിന്ന് പോകും ജിന്നിനെ കാണാനായിട്ട്. ജിന്ന് എങ്ങോട്ടാ പോയെന്ന് മുമ്മുവിന് അറിയത്തില്ല, പക്ഷെ കൂട്ടുകാരനെ അറിയാം. ജിന്ന് വേറെ എങ്ങോട്ടും അല്ല പോയത്. അവൻ ഇല്ലീഗലായിട്ട് ബോക്സിംഗ് ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത്. പൈസ ബെറ്റ് ചെയ്തിട്ട് ബോക്സിംഗ് ചെയ്യുന്ന സ്ഥലത്ത്. അവിടെ തന്നെ സ്നേക്കിയുടെ അച്ഛനും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സ്നേക്കി എപ്പോഴും ജിന്നിന്റെ ഭാഗത്തായിരിക്കും. എന്നാൽ ജിന്നിന് അവളെ വലിയ മൈൻഡൊന്നുമില്ല. അതുപോലെ തന്നെ അച്ഛന് ജിന്നിനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഓണറുണ്ട്. ഈ ഒരു ഇല്ലീഗലായിട്ട് നടത്തുന്ന എല്ലാ കാര്യത്തിന്റെയും ഒരു ഓണർ. ഈ ഒരു ബോക്സിംഗ് ജിമ്മിന്റെ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജിമ്മൊന്നും അല്ല, തമ്മിൽ അടി കൂടുന്നത് ആൾക്കാർ ബെറ്റ് വെച്ച് കാണും. അതാണ് സംഭവം. ഇപ്പൊ ഹീറോനെ കാണിക്കുകയാണെങ്കിൽ അവൻ റെഡിയായി വന്നിട്ടുണ്ട്. അവന് ബോക്സിങ്ങിന് പങ്കെടുക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഇവന്റെ എതിരാളി വരുന്നുണ്ട്. അവനും ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നീട് രണ്ടുപേരും കൂടെ ബോക്സിംഗ് റിംഗിൽ ചെല്ലും. അതിനു മുമ്പ് ബെറ്റ് വയ്ക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ബെറ്റ് വയ്ക്കും. ഹീറോന്റെ പേരിൽ സ്നേക്കിയും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തെ ഓണറും ബെറ്റ് വയ്ക്കുന്നുണ്ട്, ഹീറോ ജയിക്കും എന്നുള്ളൊരു രീതിയിൽ. എന്നാൽ സ്നേക്കിയുടെ അച്ഛൻ ബെറ്റ് വയ്ക്കുന്നത് മറ്റേ ആ ഒരു ബോക്സറിന്റെ പേരിലാണ്. അവൻ സാധാരണ ഒരാളല്ല, പ്രൊഫഷണൽ ബോക്സർ ആണ്. ആ നേരമായിരിക്കും ആ ഒരു ബോക്സറിന്റെ എൻട്രി, ആ ഒരു പ്രൊഫഷണൽ ബോക്സറിന്റെ എൻട്രി. അവൻ ചാടി മറിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. സ്നേക്കിക്ക് അറിയാം ജിന്നിന് ഒരുപാട് അടി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ സ്നേക്കി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ഒരു പ്രൊഫഷണൽ ബോക്സറിന്റെ അടുത്ത് ചെന്ന് അവനെ മിരട്ടും. നീ ജിന്നിന്റെ ദേഹത്ത് അങ്ങനെ കൈവച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട്. അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അവൾക്ക് സഹിക്കാനായിട്ട് കഴിയത്തില്ല ജിന്നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈ വെക്കുന്നത്. അവൾക്ക് അത്ര ഇഷ്ടമാണ്. എന്നാൽ ജിന്നിന് വലിയ മൈൻഡൊന്നുമില്ല. പിന്നീട് ജിന്നോട് അങ്ങോട്ട് വരും. ഈ രണ്ടുപേര് തമ്മിൽ നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജിൻ ആദ്യമൊക്കെ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് പ്രൊഫഷണൽ ബോക്സർ ആണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്നേക്കിയുടെ അച്ഛൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ സ്നേക്കിക്ക് ജിന്നിന് അടി കിട്ടുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമാണ്. ആ നേരം ഈ ഒരു സ്ഥലത്തിന്റെ പുറത്ത് കൂട്ടുകാരനും അതുപോലെ തന്നെ മുമ്മുവും വന്നിട്ടുണ്ട്. പക്ഷെ മുമ്മുവിനെ അവിടുത്തെ സെക്യൂരിറ്റി അകത്തോട്ട് കയറ്റി വിടുന്നില്ല. ഇവള് പുതിയൊരാളാണ്. ഇവിടെ ഡെയിലി വരുന്ന ആൾക്കാർക്ക് അകത്തോട്ട് കയറി പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ കൂട്ടുകാരൻ കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ട് ഇവളെയും കൊണ്ട് അകത്തോട്ട് കയറി വരും. പൈസ കൊടുത്താൽ ആ സെക്യൂരിറ്റി ഇവളെ കയറ്റി വിടും. അതുകൊണ്ടാണ് കൂട്ടുകാരൻ അങ്ങനെ ചെയ്തത്. മുമ്മു അകത്തോട്ട് വന്ന് കയറി നോക്കുമ്പോൾ അവൾ ഇത് കണ്ട് ഞെട്ടും. കാരണം ജിന്ന് റിങ്ങിന്റെ അകത്ത് കിടന്ന് അടി ഉണ്ടാക്കാണ്. അതും ഭയങ്കര രീതിയിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. അതൊന്നും അവൾക്ക് കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ മുമ്മുവിനെ ജിന്ന് കാണുവാണെങ്കിൽ ജിന്നിന്റെ ശ്രദ്ധ പതറത്തില്ലേ. അതുകൊണ്ട് തന്നെ വാ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവളെയും വിളിച്ച് വേറൊരു സ്ഥലത്ത് ചെല്ലും. ജിന്നിന് പൊതിരെ തല്ല് കിട്ടുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ കൂട്ടുകാരനോട് ബഹളം വയ്ക്കും. അവൻ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഉണ്ടോന്ന്. എന്നാൽ അതൊന്നും നടക്കത്തില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾ പറയും ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾക്ക് പൈസയല്ലേ ആവശ്യം, എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല. ഈ നേരം നമ്മുടെ ജിന്നിനാണെങ്കിൽ ഒരുപാട് അടി കിട്ടിയിട്ട് അവൻ തറയിൽ വീണിട്ടുണ്ട്. അവൻ എണീക്കാൻ കഴിയുന്നില്ല. അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ കണ്ട് സ്നേക്കി ആകെ വിഷമിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റേ അച്ഛനാണെങ്കിൽ സ്നേക്കിയുടെ അച്ഛൻ ഇത് കണ്ട് സന്തോഷപ്പെട്ടിരിക്കുകയാണ്. സ്നേക്കിയുടെ അച്ഛന് ജിന്നിനോട് എന്തോ ഒരു വൈരാഗ്യം പോലെ, അറിയില്ല എന്തുകൊണ്ടാണെന്ന്. ചിലപ്പോൾ സ്നേക്കി ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാവണം. ഇവൻ ഈ ബോധം ഇല്ലാതെ കിടക്കുന്ന സമയത്ത് മുമ്മുവിന്റെ അലർച്ച കേൾക്കാം. മുമ്മു കരയുന്നത് പോലെ. അത് കേൾക്കുമ്പോൾ അവൻ എനർജി ആവും. അവൻ പതിയെ എണീക്കുകയാണ്. എവൾ ഇവിടെ എങ്ങനെ വന്നെന്ന് അവൻ അറിയാൻ പാടില്ല. പക്ഷേ മുമ്മു എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ഒരു സെക്യൂരിറ്റിനെയൊക്കെ വെട്ടിച്ച് അവന്റെ അടുത്തോട്ട് ചെല്ലും. ഇത് കാണുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുകയാണ്. അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൻ അറിയാൻ പാടില്ല. അവൾ ഇത് കാണല്ലെന്ന് അവൻ വിചാരിച്ചായിരുന്നു. എന്നാൽ അവൾ അത് കണ്ടു. അവനെ കൊണ്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ നേരം ഇവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഹീറോ ഫൈറ്റ് ചെയ്ത് അവസാനം റിങ്ങിന്റെ പുറത്തോട്ട് വീഴും. തൂങ്ങിക്കിടക്കാണ്. എന്നാൽ അവളുടെ തൊട്ട് മുമ്പിൽ തന്നെ
മുമ്മു വന്ന് നിപ്പുണ്ട്. പക്ഷെ അത് കണ്ടു നിൽക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയില്ല. അവൻ എവിടെന്നോ ഒരു ശക്തി കിട്ടിയതുപോലെ തിരിച്ചു ചെന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇപ്രാവശ്യം അവൻ അടി കൊള്ളുന്നില്ല, പകരം അങ്ങോട്ട് ഒരുപാട് അടി കൊടുക്കുകയാണ്. അടിച്ചടിച്ച് മറ്റവനെ തകർത്ത് കളയും, അതായത് അവനെ നശിപ്പിച്ച് കളയും. അവന് തിരിച്ച് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഓർക്കണം, അവൻ പ്രൊഫഷണൽ ബോക്സറാണ്. എന്തായാലും ആ ഒരു പ്രൊഫഷണൽ ബോക്സറിനെ അടിച്ചിട്ടതിന് ശേഷം അവൻ ആ റിങ്ങിന്റെ പുറത്തോട്ട് പെട്ടെന്ന് തന്നെ ചാടി അവളെയും പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ മാച്ച് അവൻ നശിപ്പിച്ചു കളഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ പൈസയിലും നഷ്ടം വരും. ഈ സ്നേക്ക് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. സ്നേക്ക് ഓടി വന്ന് കൂട്ടുകാരനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും അത് ആരാണെന്ന്, അത് അവന്റെ ഗേൾ ഫ്രണ്ടോ മറ്റോ ആണോ എന്ന്. എന്നാൽ അവൻ പറയും അവന് പെൺപിള്ളേരുമായിട്ട് കറങ്ങി നടക്കുന്നതെന്നും അത്ര ഇഷ്ടമല്ലല്ലോ, അപ്പൊ അത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കത്തില്ല, പിന്നെ ആരായിരിക്കുമെന്ന്. എന്നാൽ സ്നേക്കിക്ക് നല്ല ഡൗട്ട് ഉണ്ട്, അത് ആരാണെന്ന് അവൾക്ക് അറിയില്ല. ഈ നേരം അച്ഛൻ ആ പ്രൊഫഷണൽ ബോക്സറിനെ അടുത്തോട്ട് വിളിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ ഹീറോന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഹീറോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടിട്ട്. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ അവിടെ വന്നത്. അവളാണെങ്കിൽ നല്ല രീതിയിൽ കരയുന്നുണ്ട്. എവനാണ് അടി കിട്ടിയത്, എന്നാലും ആ വിഷമത്തിൽ അവൾ കരയുന്നുണ്ട്. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചിട്ട് അവള് പറയുന്നില്ല. ബാ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ അതും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ബലം ഉപയോഗിച്ച് അവളെ പിടിച്ച് കാറിൽ കയറ്റിയിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അവളെ വേദനിപ്പിക്കുന്നൊന്നുമില്ല, എന്നാലും ഇത്തിരി ബലം ഉപയോഗിക്കുന്നുണ്ട് അവളെ പിടിച്ചോണ്ട് പോകാനായിട്ട്. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ വിഷമങ്ങൾ പറയാനായിട്ട് തുടങ്ങും. ഇവൻ പോയതിനു ശേഷം ഇവൾ ഒരുപാട് ലെറ്റർ എഴുതിയിട്ടുണ്ട്, എന്നാൽ അതിനൊന്നും ഇവൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മുമ്പ് കുറെ തവണ വീട് മാറിയിട്ടുണ്ട്, അവളുടെ പഴയ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട്. അങ്ങനെ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരും, എന്നിട്ടൊരു ലെറ്റർ അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കും. ഇനി ഇൻ കേസ് അവൻ അവളെ തിരക്കി വന്നിട്ട് ആ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് തിരിച്ചു പോയാലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത്രയും ചെയ്ത പെൺകുട്ടീനെയാണ് അവൻ വിഷമിപ്പിച്ചത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് അവള് കരയുമ്പോൾ ഇവന്റെ കാറിന്റെ പിന്നാലെ ആരോ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവൻ അറിയത്തില്ല ആരാ ഫോളോ ചെയ്ത് വരുന്നതെന്ന്. അവനെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാരാണെന്ന് അവൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാറിന്റെ സ്പീഡ് കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവന്റെ ഓപ്പോസിറ്റ് വേറൊരു കാർ കൊണ്ടുവന്ന് നിർത്താണ്. അവന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നില്ല. ആ കാറിൽ മറ്റാരുമല്ല, അതിനകത്ത് ആ ഒരു പ്രൊഫഷണൽ ബോക്സറാണ്. അതുപോലെ തന്നെ ആ സമയം നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ജിൻ അവള് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മറ്റൊന്നുമല്ല, അവൾ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു പേനയാണ്. പണ്ട് ജിൻ അവൾക്ക് കൊടുത്ത ആ ഒരു പേന. അത് കാണുമ്പോൾ അവനൊരു കാര്യം ഓർമ്മ വരും. പണ്ട് എവനാണ് അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവർ എഴുതാനും വായിക്കാനും പഠിച്ച ആ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലോട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിലോട്ട് വരുവാണെങ്കിൽ ജിന്നിന് എങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകണമെന്ന് അറിയത്തില്ല. കാരണം പിന്നിലും വണ്ടിയാണ്, അതുപോലെ തന്നെ മുമ്പിലും വണ്ടിയാണ്. എങ്ങോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അവൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കാർ മുമ്പിലോട്ട് എടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ആ പ്രൊഫഷണൽ ബോക്സറിന് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ അവൻ കാർ പിന്നിലോട്ട് എടുക്കും. അങ്ങനെ നല്ല സ്പീഡിൽ പോയിട്ട് ഹീറോ എങ്ങനെയൊക്കെ വണ്ടി വെട്ടിച്ചു മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടും. പോകുന്ന സമയത്ത് ജിൻ അവളോട് ചോദിക്കും, നിനക്ക് എന്റെ ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്ന്. കാരണം പോകുന്ന വഴിക്ക് നല്ല റോഡ് പറഞ്ഞു കൊടുക്കണം, ഇങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണമെന്ന്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. പണ്ട് മുമ്മുവിന്റെ അച്ഛൻ മുമ്മുനെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാറിൽ ഇരുത്തിയിട്ട്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്ന്. മുമ്മുവിന്റെ അച്ഛനും കാറൊക്കെ ഉണ്ടായിരുന്നു. അതും സാധാ കാറല്ല, അത്യാവശ്യം റേസിംഗ് കാറായിരുന്നു. ആ ഒരു പരിചയം അവൾക്കൊണ്ട് ഇപ്പൊ അതുപോലെ തന്നെ അവൾ പറഞ്ഞു കൊടുക്കും. മാപ്പ് നോക്കിയിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നേരെ പോകണം സൈഡിലോട്ട് പോകണമെന്ന്. അത് നോക്കിയിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ വഴി തെറ്റി മാറി ഏതൊക്കെയോ വഴി കയറി അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഒരു കാറാണെങ്കിൽ ഒരു പെട്ടിക്കടയിലേക്ക് കൊണ്ടുപോയി ഇടിക്കും. അതുകൊണ്ട് തന്നെ ആ കാറിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിഞ്ഞില്ല. അതായത് ജിന്നിനെയും കൂട്ടരെയും ഫോളോ ചെയ്ത് വരാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ വേറൊരു കാർ കൂടെ ഉള്ളൂ, അതിനകത്ത് ആ പ്രൊഫഷണൽ ബോക്സറാണ്. ആ പ്രൊഫഷണൽ ബോക്സറിനെ എങ്ങനെയൊക്കെയോ വട്ടം തിരിച്ച് വേറെ വഴിയിൽ പറഞ്ഞു വിട്ടിട്ട് ജിന്ന് കാർ എടുത്ത് അവിടെ നിന്ന് പോകും. എന്നാൽ ജിന്ന് പോകുമ്പോൾ അവന്റെ പിന്നാലെ വേറെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ജിന്നിന് അവരെ നേരത്തെ അറിയാവുന്നതുപോലെ, പക്ഷെ ജിന്ന് വെറുതെ വിടത്തില്ല, ആ കാറുമായിട്ട് റേസ് ചെയ്യും. പക്ഷെ അവരും വിട്ടുകൊടുക്കത്തില്ല. എങ്ങനെയൊക്കെയോ നല്ല സ്പീഡിൽ റേസ് ചെയ്യുന്നുണ്ട്. അവസാനം റേസ് ചെയ്ത് ജിന്ന് മുമ്മുനോട് പറയും, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ആ സമയം നീ കാറിന്റെ സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചോണമെന്ന്. അതും 5 വരെ ചെല്ലണേ മുമ്പ്. അതുപോലെ തന്നെ അവ 1 തൊട്ട് 5 വരെ ചൊല്ലാനായിട്ട് തുടങ്ങും. അവസാനം 5 ചെല്ലുമ്പോൾ അവൻ കാർ ഒറ്റ തിരിക്കലാണ്. കാർ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. ആ സമയം അവള് പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗിൽ പിടിക്കും. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പുറത്ത് തന്നെ എന്തോ ഒരു പൊതി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ കൈയിട്ടെടുക്കും. അതുമല്ല, ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നുണ്ട്. അവന്റെ തല ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അവൾ അകത്തോട്ട് പിടിച്ച് വലിക്കും. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് കാറും എടുത്ത് ഒരു സ്ഥലത്ത് വരും. അവിടെ തന്നെ കുറെ അധികം ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അവന്മാരുടെ എല്ലാവരുടെയും കാറുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പൊ ജിന്ന് മത്സരം വെച്ചാണ് എമാരുമായിട്ട് കാർ ഓട്ടിച്ചിട്ട് അവൻ ആ പൊതി കൈക്കലാക്കിയല്ലോ, അത് കൊണ്ടുവന്ന് അവിടുത്തെ ഒരു മെയിൻ പയ്യന്റെ കൊടുക്കും. അവൻ അതിന് പകരം ജിന്നിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിന്ന് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കും, റേസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കും, അതിൽ ജയിച്ചാൽ മാത്രം മതി. അതുമല്ല, മുമ്പ് പിറകെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ തന്നെയാണ് പറഞ്ഞത് അവളോട്, നീ കൂടെ വന്നോ, പക്ഷെ ഒന്നും മിണ്ടാൻ പാടില്ല എന്ന്. എന്നാൽ മറ്റേ ആ പയ്യൻ ദേഷ്യപ്പെടും, പുറത്തുനിന്ന് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേന്ന്. പക്ഷെ അവൻ പറയും, നീ പേടിക്കണ്ട, ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് ക്രഷ് അടിക്കുന്നുണ്ട്. എന്നാൽ അവൾ മിണ്ടാതെ നിൽക്കും. അതുപോലെ തന്നെ അവൾക്ക് അവൻ ആ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മെയിൻ പയ്യൻ കൊടുത്ത
പൈസ ഇപ്പൊ ജയിച്ചതല്ലേ, അതുകൊണ്ട് ആ പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജിന്ന് ആ മെയിൻ പയ്യന്റെ അടുത്ത് എന്തോ സംസാരിക്കാനായിട്ട് പോകും, അവളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആ നേരം ജിന്നുമായിട്ട് മത്സരിച്ച ഒരു പയ്യനുണ്ടല്ലോ, അവൻ അങ്ങോട്ട് വന്ന് കാറ് നിർത്തിയിട്ട് മുമ്പിന്റെ അടുത്ത് വന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് എത്രയാണ് പൈസ തരേണ്ടതെന്ന്, അവന്റെ കൂടെ ചെല്ലാനായിട്ട്. മറ്റൊന്നുമല്ല, അവന്റെ കാറിലിരുന്ന് വഴി കാട്ടി കൊടുക്കാനായിട്ട്. ജിന്നിന് നല്ല രീതിയിലല്ലേ അവള് വഴി കാട്ടി കൊടുത്തത്. എന്നാൽ ജിന്ന് ഇത് കണ്ടിട്ട് അവന്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, അവൾക്ക് വിലയില്ലാന്ന്, അവളെ വില കൊടുത്ത് വാങ്ങാനായിട്ട് കഴിയത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോവും. ചുറ്റും കൂടി നിന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് കൈയടിക്കും. പിന്നീട് അവർ പോവാൻ നേരത്ത് മുമ്പ് പറയും, എനിക്ക് ഒരുപാട് തണുക്കുന്നു. അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കൈ നീട്ടി അങ്ങനെ നിൽക്കും, കെട്ടിപ്പിടിച്ചോളാം തണുപ്പ് മാറാനായിട്ട്. അങ്ങനെ അവനും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കും കുറെ നേരം. ഇതൊക്കെ കണ്ട ആ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട്. കുറച്ചു നേരം കെട്ടിപ്പിടിച്ചിട്ട് അവളെ വിളിച്ച് കാറിൽ കൊണ്ടിരുത്തും. അവൻ ഡോറൊക്കെ അടച്ചിട്ട് പിന്നീട് കാറിൽ വന്ന് കയറും. എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് പിരിഞ്ഞു പോവാണ്. ഇവരുടെ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് പോകും. എല്ലാവരും പോയതിനു ശേഷം അവൻ കാർ എടുത്തൊരു സ്ഥലത്ത് ചെല്ലും. അവിടെ കാർ ഒതുക്കാണ്. എന്നിട്ട് അവൾക്ക് ആ പണം എടുത്തു കൊടുക്കും. അവൻ ഈ പണത്തിന് വേണ്ടിയാണ് ഇല്ലീഗലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ സ്ട്രീറ്റ് റേസിംഗ് ഒക്കെ നടത്തിയില്ലേ, അതൊക്കെ ഇല്ലീഗലല്ലേ. ഇതൊക്കെ ആകുമ്പോൾ അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. അവൾ ദേഷ്യപ്പെടും, എന്തിനാണ് ഇങ്ങനത്തെ രീതിയിൽ നീ പണം ഉണ്ടാക്കി ജീവിക്കുന്നതിന്? പണം അത്ര പ്രധാനമല്ല, നിന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുമ്പോൾ അവൻ അവളോട് തിരിച്ച് ദേഷ്യപ്പെടും. എന്നാൽ അവൾ പുറത്തിറങ്ങിയിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല, നേരായ മാർഗത്തിൽ ജീവിക്കണമെന്ന്. പക്ഷെ അവൻ പറയും, എന്ത് നേരായ മാർഗം? ഞാനും നിന്റെ അച്ഛനും ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാ നടന്നതെന്നറിയാമോ? ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരു ബേസ്മെന്റ് വാടകയ്ക്ക് എടുത്തു. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് അതിനകത്ത് മൊത്തം വെള്ളം നിറഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് കഴിയത്തില്ല. പിറ്റേ ദിവസം ഞങ്ങൾ വെള്ളം കോരിക്കളയണം. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ ജോലിക്ക് പോകാനായിട്ട് ആ പൈസ എടുത്ത് ഒരാളുടെ കയ്യിൽ കൊടുത്തു. ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് പൈസ കൊടുക്കണം. പക്ഷെ ആ പൈസയും കൊണ്ട് ആ ആള് മുങ്ങി. പിന്നെ ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ബേസ്മെന്റ് ഇല്ല, ബേസ്മെന്റിന് വാടക കൊടുക്കാൻ പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തെരുവിലൊക്കെ കിടന്നിട്ടുണ്ട്. എന്നിട്ടാണ് നീ പറയുന്നത് പൈസയ്ക്ക് പ്രാധാന്യം ഇല്ലാന്ന്? പിന്നെ എന്റെ അനിയത്തി, അവൾക്ക് ഹൃദയത്തിന് സർജറി ആവശ്യമുണ്ട്, അതിനും പൈസ വേണം. അതുമല്ല, സർജറി കഴിഞ്ഞിട്ട് പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. എന്നിട്ടാണോ നീ പറയുന്നത് പൈസയ്ക്ക് ആവശ്യമില്ലാന്ന്? പൈസ അത്ര പ്രധാനമല്ലാന്ന്? ഇനി എന്റെ മരണം വന്നാലും ഞാൻ പൈസ ഉണ്ടാക്കുമെന്ന് അവൻ പറയും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് കഴിയത്തില്ല. അവൾ അവന്റെ കോളിൽ പിടിച്ചിട്ട് നീ എന്താടാ പറഞ്ഞെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന്, കാരണം അവൻ മരണം വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അവൻ അവളെ പിടിച്ച് നിർത്തിയിട്ട് അവളോട് പറയും, നീ എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യുന്നത്? നീ എന്റെ അനിയത്തിയൊന്നും അല്ലാന്ന്. അപ്പൊ അവള് ഇവന്റെ അനിയത്തിയല്ല, അതെങ്ങനെയാണെന്ന് അറിയില്ല, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവൾക്കും പറയാനായിട്ട് കഴിയുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെ പേരും മാറ്റിയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ അവസാനത്തെ പേര് അച്ഛന്റെ അമ്മയുടെ പേര് വ്യത്യാസമാണ്. അതൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? അതായത് മൊമുവിന്റെ അച്ഛനാണെങ്കിൽ തായ്ലൻഡിൽ വന്നിട്ട് ഒരു കടയിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ കടയിൽ വെച്ചാണ് ഇപ്പോഴത്തെ അയാളുടെ ഭാര്യനെ കണ്ടുമുട്ടിയത്. അങ്ങനെ രണ്ടുപേരും കൂടെ പ്രണയത്തിലായി സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങി. ആ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇവർക്ക് ആ ഒരു ഹോട്ടലിന്റെ വാടക കൊടുക്കാനായിട്ട് പോലും പൈസ തികയത്തില്ലായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താല്. അന്നേരം അവനാണെങ്കിൽ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ സ്കൂളിൽ ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് തന്നെ അവന് സ്കൂളിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. ഇവർ ഇത്രയും ഹോട്ടലിൽ പണിയെടുത്തിട്ടും ഇവന്റെ ഫീസ് ഒന്നും കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയില്ല. അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഫീസ് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് അവൻ സ്കൂൾ പഠനം നടത്തിയത്. ഇപ്പൊ ഹീറോ ആണെങ്കിൽ അവിടെ വന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് മറ്റാരുമല്ല, അത് മുമ്മുവിന്റെ അമ്മ തന്നെയാണ്. അവളെ പിറ്റേന്ന് തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ ടെൻഷനായിട്ട് തിരിച്ച് കാറിൽ വന്നിരുന്നിട്ട് അവളോട് പറയും, നിന്റെ അമ്മയാണ് വിളിച്ചത്, നിന്നെ നാളെ എയർപോർട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് അവളോട് തിരിച്ചു പോകാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ അവളെ തിരിച്ചു പോകാനായിട്ട് നിർബന്ധിക്കുമ്പോൾ അവൾ കേൾക്കില്ല. ഞാൻ പോകത്തില്ല, അങ്ങനെ പോകണമെങ്കിൽ നീ എനിക്ക് സത്യം ചെയ്ത് തരണമെന്ന് പറയും. വേറൊന്നുമല്ല, അവൾ പോയതിനു ശേഷം അവൻ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതേപോലെ ജീവൻ അപകടമാക്കി ഒരു പണികളും ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ അവൻ കേൾക്കില്ല. അവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ അവളും കേൾക്കില്ല. എന്നാ പിന്നെ രണ്ടുപേർക്കും ഇവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് അവൻ സൈഡിലോട്ട് മാറി കിടക്കും. അവൾക്ക് മനസ്സിലായി ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഇന്ന് വീട്ടിൽ പോക്ക് നടക്കത്തില്ല എന്ന്. അവനാണെങ്കിൽ നേരെ ചൊവ്വേ ഉറങ്ങാറൊന്നുമില്ല, വീട്ടിൽ കയറാറില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ മുമ്മു ചാടി എണീറ്റിട്ട് അവനോട് പറയും ചേട്ടാന്ന്. അവനെ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ചേട്ടാ നമുക്ക് തിരിച്ചു പൊക്കിയിടുന്ന്. അവൻ ഇത് കേട്ട് ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഒറിജിനൽ ബ്രദറും സിസ്റ്ററൊന്നും അല്ല. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ പറഞ്ഞു തരാം ഞാൻ. അവൾ അവനോട് പറയും, നിനക്ക് എന്റെ കൂടെ വരാനായിട്ട് മടിയുണ്ടോ? നമുക്ക് നമ്മുടെ ആ പഴയ വീട്ടിൽ പോയാലോ? എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ എനിക്ക് സമ്പാദിക്കാനായിട്ട് കഴിയും, നിന്നെ എനിക്ക് നോക്കാനായിട്ട് കഴിയും. ഞാൻ നിന്നോട് ഒരു കുറ്റങ്ങളും പറയത്തില്ല, നീ എന്റെ കൂടെ വന്നാൽ മതി. നമുക്ക് ചൈനയിൽ പോയി ആ ഒരു സ്ഥലത്ത് ജീവിക്കാന്ന് പറയുമ്പോൾ ഇവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എവള് അവനെ നോക്കാന്നാണ് പറയുന്നത്. പക്ഷെ അവനെ കൊണ്ട് അങ്ങനെയൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയാണ്. എവൾക്ക് അവനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവനെ അവളുടെ കൂടെ വിളിക്കുന്നത്. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. കട്ട് ചെയ്താൽ ആ പ്രൊഫഷണൽ ബോക്സറിനെ സ്നേക്കിയുടെ അച്ഛനെയും കാണിക്കുകയാണെങ്കിൽ സ്നേക്കിയുടെ അച്ഛൻ പ്രൊഫഷണൽ ബോക്സറിനെ ഒരുപാട് തല്ലും. മറ്റൊന്നുമല്ല, ജിന്നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവനെ ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. ജിന്ന് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോക്സിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലെല്ലാം പ്രൊഫഷണൽ ബോക്സർ തോറ്റുപോയില്ലേ, അതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും.
ആക്ഷേപിച്ച് അവനെ തൊഴിച്ച് അവിടെ നിന്ന് ഇറക്കി വിടും. അവനും വിഷമിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വീണ്ടും ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ അവള് കാറിലിരിപ്പുണ്ട്, ഹീറോന്റെ കോട്ടും കയ്യിലുണ്ട്. എന്നാൽ ജിൻ അവിടെ ഇല്ല, ജിന്ന് പുറത്തോട്ട് പോയി. അവൻ എന്താ വരാത്തേന്ന് വിചാരിച്ചിട്ട് അവളും അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. അവളെ കാണുമ്പോൾ അവനൊരു കാര്യം പറയും, മറ്റൊന്നല്ല ഇവളെ കാണാനായിട്ട് ഇവളുടെ അമ്മ വന്നിട്ടുണ്ട്, അപ്പൊ നാളെ തന്നെ അമ്മേനെ പോയി കാണാനായിട്ടാണ് പറയുന്നത്. അതിന് അവൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അവൾ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല, അവള് നാളെ തന്നെ പോയി കാണാമെന്ന് പറയും. ഇവര് തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മുമുവും ജിന്നും കൂടെ മുമുവിന്റെ അമ്മേനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഏതൊരു ഹോട്ടലിൽ വെച്ചാണ് മീറ്റിംഗ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവൻ അവൾ അവിടെ ഇറക്കി വിടുന്നുണ്ട്, പക്ഷെ അവന് വരാനായിട്ട് താല്പര്യമില്ല. അവൻ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് അവള് വന്ന് ഇവളുടെ ആ ഒരു അമ്മേനെയും അതുപോലെ തന്നെ രണ്ടാനച്ഛനെയും കാണുന്നുണ്ട്. എന്ത് സംസാരിക്കാനായിട്ടായിരിക്കും ഇവരിവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണും വരെ ഓക്കെ ബൈ.